നമസ്കാരം രാഘുഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഇപ്പം കാണിച്ച ടൈറ്റിൽ തന്നെ ആ ഒരു സംഭവം എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അത് ഞാൻ ഫ്യൂഷനിലാണ് ചെയ്തത്. ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഓഫാക്കിയിട്ട് പോകണ്ട, സിമ്പിളാണ്. നോക്കാമല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഒന്നുമില്ല, ഒന്നെങ്കിൽ നമുക്കിതുപോലെ വീഡിയോ ആയിട്ട് ചെയ്യാം. ആ ലെറ്റേഴ്സ് കത്തിയിട്ട് സത്യം പറയട്ടെ, ഇതിപ്പം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്തു തരും. കാരണം നമ്മൾ ഏകദേശം ഒരു 91 കാലഘട്ടത്തിൽ ഓം നമ ശിവായ എന്ന് പറഞ്ഞ ഒരു സീരിയൽ ഉണ്ടായിരുന്നു. പുരാണ സീരിയലാണ്. അപ്പോൾ അതിനെ പറ്റിയല്ലേ പറയുന്നത്. ആ ഒരു ടൈമിൽ അതിൽ ശിവൻ്റെ ഡാൻസിലെ താണ്ഡവം, ആ ഒരു സംഭവത്തിന് ഈ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്. അത്ര മുന്നേ കേട്ടോ. അപ്പോൾ ആ ഒരു സാധനമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. എത്ര കൊല്ലം കഴിഞ്ഞു? 30 കൊല്ലത്തോളം കഴിഞ്ഞു. ആ കാലഘട്ടത്തിലുള്ള ഒരു സംഭവമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പോട്ടെ, നമുക്ക് ഒന്നെങ്കിൽ വീഡിയോ ചെയ്യാം, അല്ലെ പിക്ചർ ചെയ്യാം. ആദ്യം ഞാൻ പിക്ചർ കാണിച്ചിട്ട് പിന്നെ വീഡിയോ കാണിക്കട്ടോ. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് പോകാം അല്ലേ. പിന്നെ ഈ എന്താ ചക എന്നുള്ള സാധനം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിലൊരു സീക്രട്ട് ഉണ്ട്, സത്യം ഒരു സീക്രട്ട് ഉണ്ട്. ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂ ടൈം ലൈൻ ഉണ്ടാക്കിയിട്ട് അങ്ങ് തുടങ്ങാം അല്ലേ. ന്യൂ ടൈം ലൈൻ, ക്രിയേറ്റ് ടൈം ലൈൻ. അതവിടെ നിൽക്കട്ടെ, ഞാൻ അങ്ങനെ അല്ലട്ടെ പേരിട്ട് വേറെ പേരട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. ടൈം ലൈനായിട്ടൊരു ബന്ധമില്ലേ, ഫുള്ള് ഫ്യൂഷനിലാണ്. പ്രശ്നമാക്കണ്ട. ജസ്റ്റ് ഞാൻ കുറച്ച് ഫൂട്ടേജുകൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ സാധനങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഈ എഴുത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം അല്ലേ. ആ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യണേ. ഇതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. എന്നിട്ട് മീഡിയ ഇൻ ഉണ്ടാവും, ഒരു മീഡിയ ഔട്ട് ഉണ്ടാവും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്തിരി ടൈം എടുക്കും. അപ്പോൾ മീഡിയ ഇൻ ഔട്ടിൻ്റെ ഇടയിൽ ഒരു സ്ട്രിങ് ഉണ്ടാവില്ല. ഈ സ്ട്രിങ്ങിലാണ് നമ്മൾ മുഴുവൻ കാര്യങ്ങളും കോർക്കാൻ പോകുന്നത്. മാല കോർക്കും പോലെ ലാസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഒരു മാല ആവും, അല്ലെങ്കിൽ 2 മുത്ത് മാത്രമേ ഉണ്ടാവും. അതുപോലെ ഒരു എക്സാമ്പിളാണിത്. ഓക്കെ, അതിലേക്ക് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? അതിന് നമുക്ക് എന്താ വേണ്ടേ? ടെക്സ്റ്റ് വേണം അല്ലേ ഇതിലേക്ക്. പിന്നെ ഞാൻ ടെക്സ്റ്റിനെ ആഡ് ചെയ്യാണ്. ടെക്സ്റ്റ് എവിടെ നിന്ന് ആഡ് ചെയ്യുക? ഈ ഒരു ഐക്കൺ ടി എന്നുള്ള ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു. അപ്പോൾ ഈ ടെക്സ്റ്റ് ഫോർഗ്രൗണ്ട് ആണ്, ഇത് ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ. മഞ്ഞയും പച്ചയും കണ്ടോ, കണക്ടർ മാറി മാറി വരുന്നത്. പിന്നെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ക്രോസിനായിരിക്കില്ല കണക്ട് ആവുന്നത്. ഈ രീതിയിൽ എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ അടുത്ത് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ. കണ്ടുനോക്കുക. ടെക്സ്റ്റിൻ്റെ അകത്ത് ഞാൻ എൻ്റെ പേരിടാൻ പോവാണ്. സിമ്പിളായി ഡിജിൻ എന്ന് എഴുതി. നമുക്ക് എൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ ടെക്സ്റ്റിൻ്റെ അകത്തേക്ക് ഞാനൊരു നോഡിന് ആഡ് ചെയ്യാണ്. ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു നോഡാണ് ട്രാൻസ്ഫോം. ഇതൊക്കെ നമ്മൾ ബേസിക് നോഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ ഇതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, നല്ല എളുപ്പമാകും പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഇനി ടെക്സ്റ്റിന് എന്തെങ്കിലും ഒരു അനിമേഷൻ കൊടുക്കണം അല്ലേ. ടെക്സ്റ്റ് പല രീതിയിൽ വരാം. ഞാനിപ്പോൾ കൊടുത്തേക്കുന്ന ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഇൻസ്പെക്ടറിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ, ഇൻസ്പെക്ടർ ഓഫ് ആണെന്ന് ഓൺ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൽ കണ്ടോ ഈ ട്രാക്കിംഗ് കണ്ടോ, അത് മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും. ഈ ഒരു എഫക്റ്റാണ് ഞാനിപ്പോൾ കൊടുത്തേക്കുന്നത്. എഫക്റ്റ് എങ്ങനെ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുപോയ ശേഷം ഇതിങ്ങനെ വിടുത്തി വെച്ചിട്ടോ, ആ ജെ കാണുന്ന രീതിയിൽ വെച്ചിട്ട് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ശ്രദ്ധിച്ചോട്ടോ. ട്രാക്കിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു ഇവിടെ തുടക്കത്തിൽ കേട്ടോ. ഇനി അതിനെ കുറച്ച് മുന്നോട്ടേക്ക് കൊണ്ടുവന്നു, ഒരു 10 എന്നുള്ള ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്നു, 10 ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വലിച്ചു വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നിജി എന്നുള്ളൊരു പേര് വന്നു. ഇവിടെ എന്തായി? ആ റെഡ് ഐക്കൺ ഓട്ടോമാറ്റിക് വന്നു അല്ലേ. അത് അവിടെ കീ ഫ്രെയിം അപ്ലൈ ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി വേണമെങ്കിൽ ഒന്ന് പ്ലേ നോക്കിയാൽ, അതുപോലെ ഇവിടെ ഒരു വെള്ളക്കുത്ത് കണ്ടോ, കീ ഫ്രെയിം ആണ് കേട്ടോ. ഈ കീ ഫ്രെയിമിന് നമുക്കിങ്ങനെ ബാക്കോട്ടേക്ക് വലിച്ചൊന്ന് പ്ലേ ചെയ്ത് നോക്കിയോ, കണ്ടോ ആ ഒരു എഫക്റ്റ് അപ്ലൈ ആയി. ഇനി എന്താ ചെയ്യുക? നമുക്ക് ഏതെങ്കിലും പ്രത്യേക ഫോണ്ടിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടെ ഫോണ്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എഫക്റ്റ് ഇല്ലേ, കച്ച എന്നുള്ള എന്താണെന്ന് അറിയോ? അത് എൻ്റെ പേരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കിയാൽ കണ്ട, നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഈ തമിഴൊക്കെ പോലത്തെ ഒരു സ്റ്റൈലിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തോ വാക്കാൻ തോന്നുന്നുണ്ടോ? നോക്കിയാൽ ചഗ ഗഗ വായിക്കാൻ തന്നെ അതാണ് ആ സംഭവം കേട്ടോ, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ആ തീയുടെ എഫക്റ്റ് കൊണ്ടുവരണം അല്ലേ. അതിന് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തീയുടെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. ജസ്റ്റ് അതിനെ ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് വെച്ചേ. എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഈ ഒരു കണക്ടറിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു. കണക്ട് ചെയ്യുന്ന സമയത്ത് നീല കളർ അപ്പിയർ ആവില്ലേ അവിടെ. ഓക്കെ, അപ്പോൾ മെർജ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നമുക്ക് മെർജ് ആയിട്ടല്ല കണക്ട് ആവേണ്ടത്. അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് ചെയ്യുക? ഈ ഒരു മെർജിൽ ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു നീല പോയിന്റ് കണ്ടോ, മാസ്കിങ്ങിൻ്റെ, ആ മാസ്കിങ്ങിലേക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട് എടുത്ത് മുകളിലുള്ള മെർജിൻ്റെ ഈ പച്ച കളറിലേക്ക് കണക്ട് ചെയ്യാം. കണ്ടോ, സിമ്പിളാണ്. ഇപ്പം എന്താ ചെയ്തതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു മീഡിയക്ക് ഈ ടെക്സ്റ്റ് കൊണ്ടൊരു മാസ്കിനെ ആഡ് ചെയ്തു. ഇതാണ് ഇവിടെ സംഭവിച്ചത് സത്യം പറഞ്ഞാൽ. ഇനി ഇപ്പോൾ ഇങ്ങനെ പുറത്തോട്ട് കുറച്ച് ചാടിപ്പോയില്ലേ, ഇങ്ങനെ വരാതിരിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാം? ട്രാൻസ്ഫോമിനെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഈ മീഡിയ കഴിഞ്ഞ ശേഷം പുറത്തോട്ടേക്ക് വെക്കുക. കണ്ടോ, ഇപ്പോൾ കണ്ടോ, ഒരു തെലുങ്ക് പടത്തിൻ്റെ ഒക്കെ പേര് എഴുതിയ പോലെ അല്ലേ. കച്ച എന്നൊക്കെ പറഞ്ഞ കവചം എന്നൊക്കെ പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. NTR നല്ല നല്ല രസമാട്ടോ സംഭവം. കത്തിയൊക്കെ ആണെങ്കിലും
അങ്ങനത്തെ പടങ്ങൾ, ഡബ്ബിംഗ് പടങ്ങൾ കാണാൻ നല്ല രസമാണ്. അതിലെ ചില ഡയലോഗുകൾ നല്ല സ്റ്റൈലായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് വേർഡ് വേണമെങ്കിലും ഇതുപോലെ എഴുതാം, എന്ത് വാക്ക് വേണമെങ്കിലും എഴുതിയിട്ട് ഇതേപോലെ എഫക്റ്റുകൾ കൊടുക്കുക. ഫോണ്ടിൽ ചെറിയ എഫക്റ്റ് മാറ്റങ്ങളൊക്കെ, അനിമേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഇതുപോലെ എന്തെങ്കിലും ടൈറ്റിൽസൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ഇനി കത്തുന്ന പോലെ കാണിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മീഡിയനെ നമ്മളൊന്ന് റീപ്ലേസ് ചെയ്യാം. ഒരു വീഡിയോ ആണ്, ഇതാ കാണിച്ചു തരാം. ഇത് കണ്ടോ, തീ കത്തുന്ന ഒരു വീഡിയോ ആണ്. അതിന് ഞാനെടുത്ത് ഈ മീഡിയനെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താവും, റീപ്ലേസ് ഇട്ടേന്ന് ചോദിക്കും, ഓക്കെ കൊടുക്കുക. ഇപ്പം ജസ്റ്റ് ഒന്ന് പ്ലേ ആണ്, നോക്കിക്കോ. കണ്ടോ, ഉള്ളിൽ കിടന്ന് കത്തുന്ന പോലെ കണ്ടോ. അത് ഉള്ളിൽ കിടന്ന് കത്തുകയാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ എന്താവണം, ആ തീ മേലേക്ക് കത്തി കത്തി പോകണം അല്ലേ. ഓക്കെ, ഇനി ഞാൻ ഈ മീഡിയം തന്നെ ഒന്നും കൂടെ ആഡ് ചെയ്യാണ്. കാരണം ഈ മീഡിയം തന്നെ എടുത്താൽ മതി, പക്ഷേ ഇതിനൊരു മാസ്ക് ഉള്ളതുകൊണ്ട് നമുക്ക് അത് ചെറിയായിട്ട് ബാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഈ മീഡിയനെ എടുത്ത് പുറത്തേക്ക് എവിടെയെങ്കിലും വെച്ച ശേഷം ഈ ഒരു മെർജിലേക്ക് കണക്ട് ചെയ്യാം. അപ്പം മൊത്തത്തിൽ ആ തീ ആയില്ലേ. അപ്പോൾ നമ്മുടെ ഫുട്ടേജ് ഒന്നും കാണാതായിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ആ തീയുടെ കറുപ്പ് ഭാഗങ്ങളൊന്ന് പോക്കണം. അതുപോലെ ഒന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഷിഫ്റ്റ് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെനു അപ്പിയർ ആവില്ല. ഇതിൻ്റെ അകത്താണ് എല്ലാ എഫക്റ്റുകളും നോട്ടുകളും നമ്മൾ എടുക്കുന്നത്. ഇത് എടുത്ത് കഴിഞ്ഞാൽ ഇതിൽ എന്താ അടിക്കാൻ പോകുന്നത് വെച്ചാൽ, അപ്പോൾ ഇതിൽ ലൂമ എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൂമ കിയർ എന്ന് പറഞ്ഞാൽ കിയർ കിട്ടും. അതൊന്ന് ആഡ് ചെയ്യുക. ഓക്കെ, ലൂമ കിയർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ലൂമിനൻസ്, അതിന് ശേഷം ഒരു ട്രാൻസ്ഫോം നോഡും കൂടി ആഡ് ചെയ്യുക. ട്രാൻസ്ഫോം നോഡ് ആഡ് ചെയ്തിട്ട് ഇതിനൊന്ന് ചെറുതാക്കിയിട്ട് നമ്മുടെ ഇതിൻ്റെ മുകളിലായിട്ട് മാത്രം വരണം അല്ലേ, കച്ചേൻ്റെ മുകളിലായിട്ട് വരണം. അവിടേക്ക് സെറ്റാക്കി. ഓക്കെ അല്ലേ, കറക്റ്റ് അതിലേക്ക് സെറ്റാക്കി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം അല്ലേ. ലൂമ കിയറിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിന് ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ലൂമ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ടോ, അങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക, അതുപോലെ ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കത്തി നല്ല ശക്തിയിൽ കത്താം. അപ്പം നല്ല എന്താ വെച്ചാൽ ഇങ്ങോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയൊരു തീ ടൈപ്പിലേക്ക് കൊണ്ടുവരിക. കണ്ടോ, അത് ആ ഒരു ഈ ഒരു വരവില്ല, ആ വരവിൽ ആ തീ അതേപോലെ തന്നെ വരണമെങ്കിൽ അതേപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ട്രാൻസ്ഫോമിൽ ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്ത് കൊടുത്തേക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇനിയിപ്പോൾ ഈ തീ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ വരണം അല്ലേ. അപ്പോൾ അതിനെന്താ ചെയ്യുക, ഈ ഒരു സൈസിലൊരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യുക. ഈ ടെന്നിൽ നേരത്തെ നമ്മൾ കീ ഫ്രെയിം ഇട്ടേ, അപ്പോൾ ആ 10 തന്നെ വന്ന ശേഷം അവിടെ എത്തുമ്പോഴാണല്ലോ കൃത്യമായിട്ട് ഈ കച്ച കറക്റ്റായിട്ട് നിൽക്കുന്നത്. അവിടേക്ക് എന്ത് ചെയ്യുക, ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഒരു കീ ഫ്രെയിം. ഇതിലാണ് സൈസിൽ, അതുപോലെ പൊസിഷൻ ഉണ്ട് ഇവിടെ, സെൻറ്റർ എന്ന് കണ്ടോ, സെനർ എന്നാണ് ശരിക്കും വായിക്കുമല്ലോ. സെനറിലൊന്ന് സെനർ പോയിന്റിൽ ഒരു ക്ലിക്ക് കൊടുക്കുക. ഈ വീഡിയോ 0യിലേക്ക് കൊണ്ടുപോകുക. ഈ 10 നിന്ന് കൊണ്ടുപോയി 0യിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കായും ഒക്കെ പുറത്തോട്ട് ചാടിപ്പോയില്ലേ. അപ്പോൾ ആ ലെവലിലേക്ക് ഇവനെ കൊണ്ടുവരണം. അതിനെന്ത് ചെയ്യുക, സൈസ് ഒന്ന് കൂട്ടുക. എത്ര വേണം, ഇത്രയും കൂട്ടുക അല്ലേ. ഇനി ഇവൻ താഴെ നല്ല വരുന്നത്, അതിന് പകരം എന്ത് ചെയ്യുക, കുറച്ച് മേലോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രേഖയിൽ, ആ ഒരു നേർരേഖയിൽ തന്നെ സംഭവം വരും. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അല്ലേ. കണ്ടോ, ആ ഇത് വരുന്ന പോലെ തന്നെ നമ്മൾ കുറച്ച് ടൈം എടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും. ഈ സീരിയലിൻ്റെ ഒക്കെ പേര് കാണിക്കുക എങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ. അതുപോലെ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, കുറേ മിന്നാമിനിങ് പോലെ ഇങ്ങനെ ചെതറിപ്പാറുന്ന അതുപോലത്തെ വീഡിയോസ് ഉണ്ടാവുമല്ലോ, ഈ ലൈറ്റ്നിങ് ഇങ്ങനെ വരുന്നത്. അതും കൂടെ ഇതിലേക്ക് എവിടെ ഈ ഒരു മെർജിൻ്റെ ഇടയിലായിട്ട്, അതായത് ഈ തീയുടെയും ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇടയിലായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇതല്ലേ മീഡിയ, ഇവിടേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ കേട്ടോ ആ വീഡിയോനെ. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ലൂമിനൻസ് കിയർ വിട്ടിട്ട് ലൂമിനൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു തീപ്പൊരി ഇങ്ങനെ പാർന്ന് കാണാം തീയിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ നമുക്കൊരു സീരിയലിനൊക്കെ വേണമെങ്കിൽ ഇത്രയും മതി പേര് കൊടുക്കാൻ അല്ലേ. കണ്ടോ, ഇനി ഇവിടെ എന്ത് ചെയ്യുക, ഡയറക്റ്റഡ് ബൈ എന്നുള്ള എന്തെങ്കിലും കൊടുക്കുക, പിന്നെ കുറേ ആളുകളെ പേരൊക്കെ കൂടെ ഇങ്ങനെ എഴുതി വെച്ച് കൊടുക്കുക. അപ്പോൾ ഒന്ന് രസമായി അല്ലേ, സിമ്പിളാണ് അല്ലേ. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെറിയൊരു കളർ ഗ്രേഡും കൂടെ ഇതിൽ എന്തെങ്കിലും ചെറിയ ഒരു ഡാർക്കിഷ് ആക്കിയിട്ടോ ഒക്കെ ചെറിയൊരു കളർ ഗ്രേഡൊക്കെ ചെയ്ത് കൊടുത്താൽ വേറൊരു എഫക്റ്റ് കിട്ടും. കണ്ടോ, അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് അങ്ങനെ നീണ്ടു പോയെന്നേ ഉള്ളൂ. സംഭവം സിമ്പിളാണ്, പെട്ടെന്ന് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.